ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിനകത്ത് നമ്മൾ മൈദപ്പൊടി, ആട്ടമാവ്, അരിപ്പൊടി ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഓട്സും പിന്നെ പഴുത്ത് കറുത്തുപോയ 4 പഴമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം പഴം കറുത്തു പോയി കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാം. വേറെയും കുറച്ചും കൂടെ ഞാൻ ഓവർ റൈപ്പ് ബനാന റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. നല്ല ഒരു ഫ്ലേവർ വരും. ആ ഫ്ലേവർ വരുന്ന സമയത്ത് നമ്മൾക്കിത് ഓഫ് ചെയ്യണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റോസ്റ്റായി കിട്ടും. പിന്നെ നമ്മൾ എടുക്കുന്ന ഓട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം ഏതാണ്ട് ഇതായിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് വേറൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ 4 പഴം എടുക്കുന്നുള്ളൂ. ഇത് കുറച്ചധികം കറുത്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് തൊലി പൊളിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഇതേപോലെ നുറുക്കിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. 1 കപ്പ് ഓട്സിന് 4 പഴം മതിയായിരിക്കും. 3 ആയാലും കുഴപ്പമുണ്ടാവത്തില്ല. അപ്പം പഴമെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സാണ്. അതിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മുട്ടയാണ് ഇനി പൊട്ടിച്ചൊഴിക്കുന്നത്. അതും കൂടി ഇതിനകത്തോട്ട് നേരെ പൊട്ടിച്ചൊഴിക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക തന്നെയായിട്ടാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ സീഡ് ഇട്ട് കൊടുത്താലും മതി. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ വേണ്ടത് ചെറിയ ചൂടുള്ള പാലാണ്. 1.25 കപ്പ് ഏതാണ്ട് വേണ്ടി വരും. ഞാനിവിടെ ആദ്യമേ തന്നെ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പ് മതിയായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അരയ്ക്കുമ്പം വെള്ളം കുറവായിട്ട് തോന്നിയാൽ കുറച്ചും കൂടെ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഓട്സ് വറക്കാതെ ഇട്ട് കൊടുക്കരുത്. വറുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം എല്ലാം ഒന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള പാൽ ഞാൻ കുറച്ചും കൂടെ മിക്സിക്കകത്ത് ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം 1.25 പാൽ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 10-15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ പൊങ്ങി വരും. ഇപ്പം ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് മാറ്റി വെച്ചിട്ട്. ഇത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇത് ഇളക്കുമ്പോൾ തന്നെ അറിയാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതൊന്ന് ചെറുതായി ചൂടായതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്കിത് ഒരെണ്ണം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പരത്തുക. എന്നിട്ടിത് നല്ലപോലെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഇതിൻ്റെ മോൾവശവും കൂടെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇപ്പം മോൾവശവും കൂടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എടുക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നത് കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം കൂടിയാണ്. സ്കൂളിലോട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണിത്. വേറെ കറിയൊന്നും ഇതിനാവശ്യമില്ല. ഇപ്പം നമ്മളുടെ എല്ലാ അപ്പവും റെഡിയായി കഴിഞ്ഞു. ഈ ഒരളവിൽ നമ്മൾക്ക് 10 അപ്പമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ അപ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു ചേഞ്ചസ് വരും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്